ആടം, നീ എന്തിനാ എഡ്വിന്റെ ടോയ് എടുക്കുന്നത്? നിനക്ക് വേറെ ടോയ് ഇല്ലേ? ഈ ആദം എപ്പോഴും ഇവൻ എന്റെ ടോയ് വേണം. എഡ്വിൻ, നീ അത് അവന് കൊടുക്കാം, അവൻ കുഞ്ഞല്ലേ നിന്നെക്കാട്ടിലും. ഇല്ല, ഞാൻ കൊടുക്കത്തില്ല. അത് മോനെ, നീ വാ, വല്യമ്മ നിനക്ക് വേറെ ടോയ് വാങ്ങിച്ചു തരാം. നീ തരണ്ട, എനിക്ക് വേണ്ട നിന്റെ അത്. സോഫിയ, എല്ലാം കഴിഞ്ഞില്ലേ? ഇനി ഒന്നും ഇല്ലല്ലോ? എല്ലാം വാങ്ങിയടാ. സോഫിയ, നീ വരുന്നില്ലേ? നൈറ്റ് ആയ പിന്നെ മഴയായിരിക്കും, നീ പെട്ടെന്ന് വാ. വരുവാ ഇച്ചായ. എനിക്കും ചെറിയമ്മ ടോയ് മേടിച്ചു തന്നു. മമ്മ, ഞാൻ മടിയിൽ ഇരുന്നോട്ടെ? ഈ പിള്ളേരുടെ ഒരു കാര്യം. നമ്മളും പണ്ട് ഇങ്ങനെയായിരുന്നു അല്ലേ ജേക്കപ്പൻ? അതെ അതെ. മൈക്കിളെ, നല്ല മഴയാണല്ലോ, അതുപോലെ തന്നെ ബ്ലോക്കുമായി. ഇനി എന്തോ ചെയ്യും? എന്നാ നമുക്ക് ഷോർട്ട് കട്ട് വഴി പോവാ, അതാകുമ്പോ പെട്ടെന്ന് വീട്ടിലും ചെല്ലും. ഏവാ, നീ ഇവരെ കൊണ്ട് രക്ഷപ്പെടുന്നു, ജേക്കബിനെ രക്ഷിച്ചോണ്ട് വരാം. ശരി ചായ, പെട്ടെന്ന് വരണേ. സോഫിയ, ഇതുവരെ ഇച്ചായ വന്നില്ലല്ലോ, നീ പിള്ളേരെ കൊണ്ട് നോക്കിയിട്ട് വരാം. ഇച്ചായ, ഏവാ 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 എഴുന്നേക്കടി മോളെ. ഏവാ ഏവാ നിന്നെ നീ കൊല്ലണമായ. എഡ്വിൻ, പെട്ടെന്ന് നീ ഇവനെ കൊണ്ട് പോ. നേരെ പോകുമ്പോ ഒരു സിറ്റി കാണും, അവിടെ പോയി ആരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കും. അപ്പൊ മമ്മിയോ? പോ മോനെ പോ, മമ്മയ്ക്ക് നടക്കാൻ വയ്യ, നീ പോയി രക്ഷപ്പെട്. ഹലോ ലൂതറിച്ചായ. നീ കാരണോടെ എന്റെ പൈസ മൊത്തം പോകുന്നത്. നിന്നെ ആശുപത്രി കൊണ്ടുപോയി എനിക്കിനി വയ്യ നിന്നെ ആശുപത്രി കൊണ്ടുപോയി. എന്റെ പൈസ ഇല്ല. പപ്പ, അതിന് എന്തിനാ അവളെ അടിച്ചെന്നത്? നീ മിണ്ടാ, അവിടെങ്ങണം പോയിരിക്കടാ ചെറുക്കാം. പപ്പ, അവളെ അടിച്ചല്ലേ? ക്രിസ് പറയുന്നത് കേൾക്കാതെ പിന്നെയും അയാൾ ലൂണേനെ അടിക്കുന്നു. ഇതെല്ലാം കണ്ട നെയ്ബേഴ്സ് പോലീസിനെ ഇൻഫോം ചെയ്യുന്നു. പോലീസ് വന്ന് അയാളെ അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് കുട്ടികളെ രണ്ടുപേരെയും ഓർഫനേജിലാക്കുന്നു. മദറെ, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണം. ഇവിടെ ഒരു ടിങ്സ് ഉണ്ട്, പക്ഷെ അവൾക്ക് കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അവൾ ഭയങ്കര വീക്കാണ്. ഇച്ചായ, എന്നാൽ നമുക്ക് രണ്ടുപേരെയും കൊണ്ടുപോയാലോ? അത് വേണ്ട, ഇനി അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നിനക്കത് താങ്ങാൻ പറ്റത്തില്ല കാതറിൻ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അവളില്ലാതെ അവൻ വരത്തില്ല. അത് നമ്മൾക്ക് അവനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊണ്ടുപോകാം, കുഞ്ഞല്ലേ അവൻ. മോന്റെ പേരെന്നാ? എന്റെ പേര് ക്രിസ്. നിങ്ങളൊക്കെ ആരാ? മോനെ കൊണ്ടുപോകാൻ വന്നു. നമ്മ വരുമോ ഞങ്ങളുടെ കൂടെ? ഞാൻ വരത്തില്ല. മോനെ ക്രിസ്, ഇനി മുതൽ ഞങ്ങളാണ് നിന്റെ മമ്മയും പപ്പയും എല്ലാം. അപ്പൊ ലൂണമോളോ? ലൂണമോള് ഹോസ്പിറ്റലല്ലേ മോനെ. മോൻ ഞങ്ങളുടെ കൂടെ വാ, ലൂണയൊക്കെ കാണിക്കാം പപ്പ. എങ്കിൽ ഞാൻ വരാം പപ്പ. ക്രിസ്സേ മോനെ, നീ ഫുഡ് കഴിക്കൂ കുഞ്ഞെ ഒന്ന്. ഇല്ല, എനിക്ക് വേണ്ട, എനിക്ക് ലൂണയെ കാണണം. എന്റെ മോനെ ഫുഡ് കഴിക്കാം, അപ്പൊ മമ്മി മോനെ ലൂണെ കാണിക്കാടാ. ഫുഡ് കഴിച്ചാൽ ലൂണയെ കാണിക്കൂ? മമ്മ മോനെ ലൂണെ കാണിക്കാം, ഫുഡ് കഴിക്കുന്നേ ആദ്യം. മോനെ ക്രിസ്, നീ പപ്പ പറയുന്ന കേൾക്കണം. ലൂണ മോക്ക് തീരെ വയ്യാടാ, അവളുടെ ബോഡിയിൽ മെഡിസിൻ ഒന്നും ഏൽക്കുന്നില്ലായിരുന്നു. എനിക്ക് എന്റെ ലൂണയെ കാണണം, എന്നെ ഒന്ന് കൊണ്ടുപോവോ പപ്പ? മമ്മ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ലൂണ ഇനി നമ്മുടെ കൂടെ ഇല്ല മോനെ, അവൾ നമ്മളെ വിട്ടു പോയി. മമ്മി, ഈ പപ്പ പറയുന്നത് കേട്ടോ? ലൂണ അവൾ എവിടെ പോയി? മോനെ ക്രിസ്, നീ കരയാതിങ്ങുക, അമ്മ പറയുന്നത് കേക്ക്. ഇതോ ആകാശത്തോട്ട് നോക്ക്, ആകാശത്ത് മിന്നുന്ന നക്ഷത്രങ്ങളിലൊന്ന് നമ്മുടെ ലൂണമോളാണ് മോനെ. മമ്മി, ലൂണ. മോനെ ക്രിസ്, കരയാതെ നീ നോക്ക്, ലൂണമോൾക്ക് നീ ഹാപ്പി ആയിട്ടിരിക്കുന്നതല്ലേ ഇഷ്ടം. മമ്മി, ലൂണ കാണുന്നുണ്ടോ നമ്മളെ? ഉണ്ട് മോനെ. മോനെ എഡ്വിൻ, എങ്ങനെയുണ്ട് ഇപ്പൊ?
മമ്മിയും പപ്പയും ആദമോനും എന്തി ആൻറ്റി? മോൻ പേടിക്കണ്ട, അതുമോന് കുഴപ്പമൊന്നുമില്ല. അവൻ്റെ തലയ്ക്ക് ചെറിയൊരു മുറിവുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ചെറിയൊരു മയക്കത്തിലാണ്. ഡോക്ടർ പറഞ്ഞ് അവൻ കുറച്ച് കഴിയുമ്പോൾ ഉണരുമെന്ന്. അപ്പോൾ മോനെ കൊണ്ട് കാണിക്കാം. മോൻ ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ. എന്തോ മോനെ, എന്തോ പറ്റി? മോനെ, നീ അതൊന്നും ആലോചിക്കാതെ കിടക്ക്. ഇപ്പൊ ആന്റി ഇല്ലേ നിന്റെ കൂടെ? ബാ, ആന്റിയുടെ കൂടെ കിടക്ക്. എന്തിയെ, അവൻ സത്യം എല്ലാം പറഞ്ഞോ? ആ സാർ, അവനെല്ലാം പറഞ്ഞു. ആ, ഇനി എന്തിനാ അവന്റെ ആവശ്യം? അവനെ അങ്ങ് തട്ടിയേര്. അറിയാലോ, ഒരു തെളിവ് പോലും വരാൻ പാടില്ല. ഓക്കെ സാർ. Mira esa nena la que hablando, me gusta el contenido que le está dando. Conmigo ella es cabrón, peligrosa conmigo. Mira esa nena la que hablando, me gusta el contenido que le está dando. Conmigo ella es cabrón, peligrosa conmigo. ഇതിപ്പോ ആരോട് ചോദിക്കും ക്ലാസ് റൂം ഒന്ന്? ദാണ്ട്ര, ഒരു കൊച്ചു പുതിയതാണെന്ന് തോന്നുന്നു. എന്നാ വാടാ, ഒന്ന് മുട്ടി നോക്കാം. ഡി, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്നെയാണോ? അല്ലാതെ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. എന്താ ചേട്ടാ? നിന്റെ പേരെന്താ? ലൂണ. എന്നാ ലൂണമോൾ ഒരു പാട്ട് പാടിയേ. അയ്യോ സോറി ചേട്ടാ, എനിക്ക് പാട്ടൊന്നും പാടാൻ അറിയത്തില്ല. പാട്ട് പാടാതെ മോളിന്ന് ഇവിടുന്ന് പോത്തില്ല. അയ്യോ, എനിക്ക് അറിയാത്തത് കൊണ്ട്. എന്നാ പാട്ട് വേണ്ട, എന്നാ ഒരു ഡാൻസും കളിച്ചേ. ഡാൻസ് ഞാൻ കളിച്ചാൽ മതിയോടാ? അയ്യോ വാടാ, പോ. ഇവിടെ വായി കയറുന്നതിനെക്കാട്ട് ഭേദം പോന്നതോ. നീ ഇവിടെ പുതിയതാ? ആ അതെ, ഞാൻ ഇതുവരെ വരാൻ ഹോസ്പിറ്റലിലൊക്കെയാണ്. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ആണോ? ഏത് ഡിപ്പാർട്ട്മെന്റാ? ഞാൻ സെക്കൻഡ് ഇയർ ബിസിനസ്സാണ്. നിങ്ങൾക്ക് അറിയാമോ എവിടെയാ ക്ലാസ് എന്ന്? അപ്പൊ നമ്മൾ സെയിം ഡിപ്പാർട്ട്മെന്റ് ആണോ? അല്ല, തൻ്റെ പേരെന്താ? എൻ്റെ പേര് ലൂണ. നിങ്ങളുടെയൊക്കെ പേരോ? എൻ്റെ പേര് ഏഞ്ചൽ, ഇവൻ്റെ പേര് ഫെലിക്സ്. ഗേൾസ്, എന്നാ ഫ്രണ്ട്സ് ആയ സ്ഥിതിക്ക് നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ? ആ, ലൂണ വാ പോവാം. ഓക്കെ ഏഞ്ചൽ, വാ നമുക്ക് പോകാം. സ്റ്റുഡൻസ്, അപ്പം നമുക്കൊരു ട്രാൻസ്ഫർ സ്റ്റുഡൻ്റ് ഉണ്ട്. എറിക്, കയറി വാ. Si el ritmo te lleva a mover la cabeza, ya empezamos como es, 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 ഹേ ഗായ്സ്, എൻ്റെ പേര് എറിക്ക്. ഞാൻ നേരത്തെ അമേരിക്കയിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. സം പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ പഠിക്കാൻ വന്നത്. നമുക്ക് എല്ലാവർക്കും ഇൻ്റർവെല്ലിന് പരിചയപ്പെടാം. ഓക്കെ? ഓ എടി, നോക്കടി, ആ എറിക്കിനെ കാണാൻ എന്നെ ലുക്കാണ്. അതേടി, എന്ത് രസം അവനെ കാണാൻ. ഓ, തുടങ്ങി കൊച്ചുകോഴികൾ. ഓക്കെ എറിക്, താൻ പോയി സീറ്റ് ഇരുന്നു. പിന്നെ എല്ലാവർക്കും സ്റ്റഡി ഗ്രൂപ്പിൻ്റെ കാര്യം അറിയാമല്ലോ. സ്റ്റഡി ഗ്രൂപ്പിലേക്ക് നമ്മൾ എറിക്കിനെയും പിന്നെ ലൂണേനെയും ആഡ് ചെയ്തിട്ടുണ്ട്. മിസ്, ഈ സ്റ്റഡി ഗ്രൂപ്പ് എന്താ? സ്റ്റഡി ഗ്രൂപ്പോ? അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിലെ ടോപ്പ് സ്റ്റുഡൻസ് മാത്രം അക്കോർഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിൽ സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്ന അവർക്കായിരിക്കും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം. അതിൻ്റെ ലീഡർ
പിന്നെ എറിക്കിനെ അതിൻ്റെ ലീഡർ ആക്കുന്നതിനെ പറ്റി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ബിക്കോസ് ഏഞ്ചലിനെക്കാട്ടി മാർക്ക് കൂടുതൽ എറിക്കിനാണ്. ഓ, ഇവൻ വന്നപ്പോൾ തന്നെ എൻ്റെ സ്ഥാനം തട്ടിയെടുക്കുമല്ലോ. ആ ശരിയാടി, നീ ഒരിക്കലും വിട്ടുകൊടുക്കരുത് അവനാ സ്ഥാനം. ഇങ്ങനെയാണോ ഫിലിക്സ് പറയുന്നത്? ഏഞ്ചൽ, നീ വിഷമിക്കാതെ, അവനിപ്പോൾ വന്നേ ഉള്ളൂ, നിന്റെ സ്ഥാനം ഒന്നും പോകത്തൊന്നുമില്ല. ഏയ്, നീ ആണോ ഏഞ്ചൽ? അല്ല, ഏയ് ചുമ്മാ പറയാ, നീ ഏഞ്ചൽ അല്ലേ, എനിക്കറിയാം. അറിയാലോ, പിന്നെന്തിനാ നീ ചോദിക്കുന്നത്? ഓ, ഞാനൊരു ഫോർമാലിറ്റിക്ക് ചോദിച്ചതാണേ. എനിക്കാരെ ഫോർമാലിറ്റി കേട്ടോണ്ടിരിക്കാൻ സമയമില്ല. ലൂണ, നീ വരുന്നെങ്കിൽ ഞാൻ ക്യാൻറ്റീനിൽ പോവാം. അപ്പൊ ഞാനും. നീ വരുന്ന വാട ചേർക്കാം. ഇവക്കിതെന്തുവാ? ഞാൻ ഇവിടെ എന്തോ ചെയ്തു?